ഇങ്ങനെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതര്, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവര്, ബയോപ്സി കൊടുത്തിരിക്കുന്നവര്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാര്, ആശുപത്രിയിൽ പോകുന്നവര്, മക്കൾ ആശുപത്രിയിൽ പോകുന്നവര്, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകൾ, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ, ഇന്ന് വരുന്ന റിസൾട്ടുകൾ, ഇന്ന് വരുന്ന ഇമെയിലുകൾ, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികൾ, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നീ സംസാരിക്കുന്ന വ്യക്തികൾ, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നീക്കുവാമേ. എൻ്റെ മക്കളെ, കർത്താവുമായിട്ട് നമുക്ക് ഒരു താൽക്കാലിക ബന്ധം അല്ലെങ്കിൽ ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. അതെപ്പോഴും ഓർത്തേക്കണം. എന്താ കാര്യം? ടെമ്പററി റിലേഷൻ എന്ന് പറയുമ്പോൾ ഈ താൽക്കാലികമായിട്ട് കർത്താവുമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവിടെ എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ? താൽക്കാലികമായി ഈശോനെ ഇടപെടുത്താൻ ഉദ്ദേശിക്കുന്ന റഷിങ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ? അങ്ങനെ വിഷയാധിഷ്ഠിതമായ ഒരു ബന്ധം ദൈവമായിട്ട് സാധ്യമല്ല. ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തിയധിഷ്ഠിതമായിരിക്കണം. ഇത് നമ്മോട് പറഞ്ഞു തരണത് മർക്കോസ് 1:34 തൊട്ട് 38 വചനങ്ങളാണ്. മർക്കോസ് 1:34. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ